കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPM. CPM-ന്റെ അടിസ്ഥാനം എല്ലായ്പ്പോഴും ഈഴവ സമുദായമാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ആ സമുദായം ഈ പാർട്ടിയോട് അകലം പാലിക്കുകയാണ്. എന്തായിരിക്കും കാരണം? ഈ കാര്യം വിശകലനം ചെയ്യുന്നതിന് വേണ്ടി കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസറും ഡീനുമായിട്ടുള്ള ഡോക്ടർ K ജയപ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ്. സർ, എന്താണ് ഈഴവർക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോട് അയിത്തം? ഈഴവ സമുദായം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പരിധിവരെ ആയിരുന്നു. സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുക. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം 1940-കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വരുന്ന സാഹചര്യം അന്ന് മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് അണികളിൽ വലിയൊരു ശതമാനം ഈഴവ തീയ വിഭാഗങ്ങളും എന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം സവർണ വിഭാഗങ്ങളിലുമായിരുന്നു. പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് 2006 വരെ ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാള് അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാകുന്നത് 2006-ലാണ്. അപ്പൊ അതുവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അലങ്കരിച്ചിരുന്നത് 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ അധികാരത്തിൽ വന്നു. 87 ഗൗരിയമ്മയെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. പക്ഷേ വൻ വിജയം നേടിയെങ്കിലും ഗൗരിയമ്മയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വീണ്ടും അത് EK നയനാറിലേക്ക് തന്നെ പോവുകയുണ്ടായി. പിന്നീട് നമ്മൾ കാണുന്നത് ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട എന്നറിയപ്പെടുന്ന ആലപ്പുഴയില് അതിന് കുറച്ച് ദൗർബല്യങ്ങൾ അതിനുശേഷം ഉണ്ടാകുന്നു. അപ്പോൾ അത് ആ ഒരു പശ്ചാത്തലത്തിലാണ് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാകുന്നത്. പക്ഷെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈഴവ സമുദായം അല്ലെങ്കിൽ തീയ സമുദായവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ പേര് ലീഡർഷിപ്പാണെന്ന് ഞാൻ ഈ സൂചിപ്പിച്ചത്. പക്ഷെ അടിസ്ഥാനപരമായി ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടക്കം മുതൽ തന്നെ അവരുടെ ഏറ്റവും വലിയ പിന്തുണ നൽകിയത് ഈഴവ തീയ വിഭാഗങ്ങളാണ്. അവിടെ നമ്മൾ ആദ്യം ചോദിക്കേണ്ട വിഷയം, എന്തുകൊണ്ട് ഈഴവ സമൂഹം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ തീയ വിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മൾ അവലോകനം ചെയ്യേണ്ടത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണെന്ന് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന തലത്തിൽ കേരളത്തിലുണ്ടായിരുന്നത്. മലബാറിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനവും ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വരുന്നത്. 40-കളിൽ അത് വളരെ ശക്തമായി മുന്നോട്ട് വരുന്നു. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് സ്വാതന്ത്ര്യ സമരത്തിനെതിരായിട്ടും ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിട്ടുമായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് പിന്തുണ കൊടുക്കുന്നു. പക്ഷെ അതിനെ തുടർന്ന് 1946 പുന്നപ്ര വയലാർ നൂറുകണക്കിന് രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് ആദ്യമായി കേരളത്തിൽ വലിയൊരു ഒരു മുന്നേറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുകയുണ്ടായി. അപ്പൊ അവിടെ പുന്നപ്ര വയലാറിലെ രക്തസാക്ഷികളിൽ 99.9% ഈഴവ സമുദായത്തിൽപ്പെട്ടവരോ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരാണ്. ഒരാൾ പോലും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷികളുടെ ഏതാണ്ട് പൂർണ്ണമായും അതിന്റെ ഹ്യൂജ് മെജോറിറ്റി ഷെയർ ഈഴവ സമുദായമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ജനകീയ പ്രസ്ഥാനമായി മാറി. 48 കൽക്കട്ട തീസിസിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഹ്റു ഗവൺമെന്റ് ദേശീയ തലത്തിൽ നിരോധിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളൊക്കെ ജയിലിൽ പോയി. അപ്പൊ അത് കേരളത്തില് ഒരുപാട് നേതാക്കൾ ഒളിവിലായിരുന്നു. അതിനെ തുടർന്നാണ് നമ്മൾ കാണുന്നത് നാടകം, കല, സാഹിത്യം തുടങ്ങിയിട്ട് സിനിമ എല്ലാത്തിലും കമ്മ്യൂണിസ്റ്റ് അനുകൂല നിലപാടുമായിട്ട് ഉള്ള ആളുകൾ മുന്നിലേക്ക് വരുന്നു. വലിയൊരു ശതമാനം പുരോഗമന ചിന്താഗതിക്കാരും ഇടതുപക്ഷത്തിലേക്ക് വരുന്നു. അതിന് പ്രധാനമായ കാരണം 1917 ശേഷം റഷ്യയിലുണ്ടായ ഭരണമാറ്റം. അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു പ്രദേശമാണ് കേരളം. അപ്പൊ 1918 തന്നെ സഹോദരൻ അയ്യപ്പൻ അതിനെക്കുറിച്ച് എഴുതുകയുണ്ടായി, സംസാരിക്കേണ്ട. അപ്പം റഷ്യ ഒരു മോഡലായിട്ട്. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നിൽ വരുമ്പോൾ ജനാധിപത്യ ഭരണ വ്യവസ്ഥയ്ക്ക്, അതായത് ബൂർഷ്വാ ജനാധിപത്യ
വ്യവസ്ഥയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെടുത്തിയ സോവിയറ്റ് മാതൃകയിലുള്ള ഒരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് കേരളത്തിൽ അവർ മുന്നോട്ട് വെച്ചത്. അതാണ് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കപ്പെട്ടത്. അതിന് പ്രധാന കാരണം നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലൂടെ മുന്നോട്ട് വന്ന, സാമൂഹ്യമായി വലിയ വിപ്ലവം നടത്തി മുന്നോട്ട് വന്ന ഒരു ജനസമൂഹം അവരുടെ പ്രധാനമായ ശ്രദ്ധ സാമ്പത്തികമായ സമത്വവും സാമൂഹ്യമായ സമത്വവും തന്നെയായിരുന്നു. സർ, എന്താണ് ഇത്രത്തോളം ഈ പാർട്ടിയോട് ചേർന്ന് നിന്ന ഈഴവർ അഥവാ തീയ സമുദായത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിന്നോക്ക വിഭാഗങ്ങൾ, ഈഴവർ തുടങ്ങിയിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങൾ അകലാൻ തുടങ്ങിയത് കേവലം ഈ തെരഞ്ഞെടുപ്പിലല്ല. ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അതൊരു വലിയ ചർച്ചയായി എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ ഏതാണ്ട് 1-2 പതിറ്റാണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതിന്റെ പുറകിൽ. കാരണം ഗ്രാജുവലായിട്ട് ഒരു ഭാഗത്ത് BJP കേരളത്തില് ശക്തി പ്രാപിച്ചു വന്നത്, BJPയുടെ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അത് ഈ കഴിഞ്ഞ നമുക്ക് 2004 ശേഷം ദേശീയ തലത്തില് 98 ശേഷം BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായിട്ടൊരു BJP പിന്തുണയോടെ PC തോമസ് NDA സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുന്നു. തിരുവനന്തപുരത്ത് O രാജഗോപാല് വലിയ മുന്നേറ്റം നടത്തുന്നു. അപ്പൊ പുതിയ ഒരു രാഷ്ട്രീയ മാനം കേരളത്തിലെ ഡിസ്കഷൻസിൽ വരുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിലും സാധാരണ ജനങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മുടെ തലമുറ മാറുന്നു. പുതിയ തലമുറയുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നേരിട്ട് കാണുന്നുണ്ട്. അപ്പം സോവിയറ്റ് യൂണിയൻ എന്നുള്ള സ്വപ്ന സങ്കല്പമായി മുന്നിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് ഒരു ആദർശ ലോകം മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. സമാന്തരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പശ്ചിമ ബംഗാളിലും അതുപോലെ ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുകയും പശ്ചിമ ബംഗാളില് അത് തൃണമൂൽ കോൺഗ്രസിലേക്കും പിന്നീട് ത്രിപുരയില് BJPയും അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ യുവാക്കൾ കാണുകയാണ്, പുതിയ തലമുറ ഇതെല്ലാം നേരിട്ട് കാണുകയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുവരെ മുന്നോട്ട് വെച്ച ആശയങ്ങളും അല്ലെങ്കിൽ അവർ വെച്ച സ്വപ്നങ്ങളും അവരുടെ പ്രചരണ തന്ത്രങ്ങളും നാടകം, കല, സാഹിത്യം തുടങ്ങിയിട്ടുള്ള വലിയൊരു സപ്പോർട്ട് ബേസ് ഉണ്ട്. അതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയ പുതിയ തലമുറ. മറ്റൊന്ന്, മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കേരളത്തിന് വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞെങ്കിലും നമ്മുടെ വികസനത്തിൽ, അതായത് വ്യാവസായവൽക്കരണം അതുപോലെയുള്ള ഈവൻ IT മേഖലയിൽ പോലും കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ മലയാളി യുവത്വം, വിശേഷിച്ചും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് മലയാളി യുവത്വം മുഴുവനും കേരളത്തിന് പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായി. ജോലിക്ക് അതിനു മുമ്പ് തന്നെ ഗൾഫ് നാടുകളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. അതിനുശേഷം പുതുതായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ടെക്നിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ കേരളത്തിന് പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ പിന്നോക്ക അവശ്യ വിഭാഗങ്ങൾ കണ്ണുമടച്ച് പാർട്ടിയെ വിശ്വസിച്ചിരുന്ന, അനുസരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവരുടെ ഇടയിൽ ചോദ്യങ്ങളുണ്ടായി. അപ്പൊ ഈ ചോദ്യങ്ങൾ അവരുടെ മുന്നിൽ കൊടുക്കാനുള്ള സംവിധാനം ആദ്യകാലത്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തലത്തിൽ BJPക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ സോഷ്യൽ മീഡിയ വന്നതോടെ അതിന് ഒരു മാറ്റമുണ്ടായി. അപ്പം സ്വയം ചോദിക്കാൻ തുടങ്ങി, പലരും ആൻസർ സ്വയം കണ്ടെത്താൻ തുടങ്ങി. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗത ശൈലിയും അവരുടെ പ്രവർത്തനവും ഒക്കെ തന്നെ ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് സ്വീകാര്യമില്ല. മറ്റൊന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായിട്ട് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ തുടങ്ങി. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലായി അതിനകത്തുള്ള ഹിന്ദു വിഭാഗങ്ങളിൽ വലിയൊരു ശതമാനം BJPയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ 54% വരുന്ന ഹിന്ദുക്കളെ ആണ് അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കും അതോടൊപ്പം തന്നെ BJP ലക്ഷ്യമാക്കുന്ന വോട്ട് ബാങ്കും ഒരേ ഭാഗത്താണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഭാവികമായിട്ടും ഈ ഇറോഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ, വിശേഷിച്ചും കേരളത്തിൽ വളരെ ശക്തമായ അല്ലെങ്കിൽ 28% വോട്ട് ബാങ്ക് ഉള്ള മുസ്ലിം സമൂഹത്തെ കൂടുതൽ പ്രീണിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതും നമ്മുടെ സാധാരണ പ്രവർത്തകരുൾപ്പെടെയുള്ളവർ കാണുന്നുണ്ട്. അപ്പൊ സമൂഹം ഇത് കാണുന്നുണ്ട്. പക്ഷെ അത് പാർട്ടിയുടെ തലത്തിൽ ആ തരത്തിൽ കാര്യമായ അതിനെ ഒരു ഊന്നൽ കൊടുത്തില്ല. എന്റെ ഒരു കാഴ്ചപ്പാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ പരാജയം കേരളത്തിലെ BJPയുടെ വളർച്ചയെ പഠിക്കാൻ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അത് കേരളത്തിലെ മാധ്യമങ്ങളും
ബുദ്ധിജീവികളും എഴുത്തുകാരുമൊക്കെ സൃഷ്ടിച്ച ഒരു 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 നെറേറ്റീവ്സ് ഉണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് വളരെ നിസ്സാരവൽക്കരിച്ചത് ഈ വളർച്ച കാണാതെ പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ എവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമാണോ അതിന് ബദലായിട്ട് കേരളത്തിലെ RSSന്റെ പ്രവർത്തനവും ഉണ്ട്, അതോടൊപ്പം തന്നെ BJPയും ഉണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെങ്കിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും RSSന്റെ പ്രവർത്തനം ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെയാണ് BJP. പക്ഷെ അതിന് ക്രമേണ അതിന് മാറ്റം വരുന്നു. 2014 ശേഷം ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസന രാഷ്ട്രീയത്തിന്റെ ചലനം, ഇതൊക്കെ കേരളത്തിലെ യുവാക്കള്, പിന്നോക്ക വിഭാഗങ്ങൾ, അവശ്യ വിഭാഗങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു പ്രധാനമായി എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഗോള തലത്തിലുണ്ടായ പരാജയം വളരെ വൈകിയാണെങ്കിലും കേരളത്തിലുണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനം. ശ്യാമിന് എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? അല്ല, എന്റെ ഒരു വലിയൊരു സംശയം സർ, ഈ അടിസ്ഥാന വർഗം മാറി ചിന്തിക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്ക് ഇനി അധികാരത്തിൽ വരാൻ സാധിക്കുമോ? അല്ല, എന്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അധികാരത്തിൽ തിരിച്ചു വരാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യത വളരെ കുറവാണ്. കാരണം 2026 തെരഞ്ഞെടുപ്പില് BJP ഒരു 10 സീറ്റ്, 1 ഡസൻ സീറ്റെങ്കിലും BJP നേടിക്കഴിഞ്ഞാൽ, കാരണം ഇന്നത്തെ BJP ഏതാണ്ട് 20% വോട്ട് ബാങ്ക് നേടിയ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് അതിന് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിൽ വലിയ റോൾ വഹിക്കാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം 96 UPA, അതായത് ഗൗഡയും ഗുജറാളും രൂപീകരിച്ചതുപോലെ, അല്ലെങ്കിൽ 2004 UPA സിസ്റ്റം വന്നതുപോലെ ഉള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് കേരളം മാറേണ്ടി വരും. കാരണം കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഇക്വേഷൻസ് 2026 തിരഞ്ഞെടുപ്പോടെ പൂർണ്ണമായിട്ട് മാറും. കാരണം 20% വോട്ട് നേടിയ ഒരു തേർഡ് ഫോഴ്സ് ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. നമ്മുടെ പ്രത്യേകത കേരളത്തിൽ പലപ്പോഴും ചെറിയൊരു ശതമാനത്തിനാണ് തിരഞ്ഞെടുപ്പിലെ വിധി നിർണ്ണയിക്കുന്നത്. മുന്നണികളുടെ ഭാവി നിർണ്ണയിച്ചതും വളരെ ചെറിയ ശതമാനത്തിലാണ്. കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മുന്നണി പലപ്പോഴും ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം 1%-ഓ 2%-ത്തിന് താഴെ വോട്ടിന്റെ ഡിഫറൻസിലായി. 1%-ത്തിന് താഴെ എന്റെ ഒരു ചോദ്യം സ്വന്തം സമുദായം ഇടതുപക്ഷത്തിൽ നിന്ന് അകലുന്നു എന്നത് വെള്ളാപ്പള്ളി നടേശന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? വെള്ളാപ്പള്ളി നടേശൻ അത് മനസ്സിലായിട്ടുണ്ട്. കാരണം അതൊരു SNDPയുടെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമല്ല ഈ മാറ്റം ഉണ്ടാകുന്നത്. ശരിക്കും പുതിയ തലമുറ, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ സമുദായ സംഘടനകളുമായി ബന്ധമുണ്ടെങ്കിലും അവരുടെ ചിന്തയും അവരുടെ രാഷ്ട്രീയവും പലപ്പോഴും സമുദായ സംഘടനകളല്ല നിർണ്ണയിക്കുന്നത്. SNDPയും NSSും അല്ല ഈഴവ നായർ വിഭാഗങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ നിർണ്ണയിക്കുന്നത്. പക്ഷെ അവർക്ക് വലിയ റോളുണ്ട്. റോളില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, സാമൂഹ്യമായി വളരെ റോളുണ്ട്. പക്ഷെ ജനങ്ങൾ സ്വയം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ, പക്ഷേ ഈഴവ സമുദായത്തിനാണ് 94% രക്തസാക്ഷികളും സംഭാവന ചെയ്തത് പിന്നോക്ക ഈഴവ സമുദായമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ കണ്ണൂരിലെ രക്തസാക്ഷികളുടെ ലിസ്റ്റ് യോഗനാഥം മാഗസിൻ ഏതാണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നടന്ന, വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ കണ്ണൂരിൽ നടന്ന കൊലപാതകങ്ങളുടെ എല്ലാ ലിസ്റ്റും അതിന്റെ ജാതി മതം തിരിച്ചുകൊണ്ട് ലിസ്റ്റ് ഇട്ടത് 94% രക്തസാക്ഷികളും തീയ വിഭാഗത്തിൽ നിന്നാണ്. അപ്പം ഈ യോഗനാഥം ഇതിന്റെ കണക്ക് കൃത്യമായി പറഞ്ഞപ്പോൾ അത് വർഗീയതയാണെന്ന് പറഞ്ഞു. അല്ലെ, അതാണ് ഞാൻ പറഞ്ഞത്. അത് ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിരുന്നില്ല. ഒരുപക്ഷെ ഇന്നാണ് ആ കണക്കുകൾ വന്നിരുന്നെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കണം കണ്ണൂരിലെ നേതൃത്വവും അണികളും തമ്മിലുള്ള വ്യത്യാസം. എന്തുകൊണ്ട് ഈ രക്തസാക്ഷികളിൽ നേതൃത്വത്തിൽ മുന്നോക്ക വിഭാഗങ്ങളുണ്ടെങ്കിൽ രക്തസാക്ഷികളിൽ വരാറില്ല? അതിന് പ്രധാന കാരണം ഈ വിഭാഗത്തെ ചാവേറുകളാക്കി മാറ്റി എന്നുള്ളതാണ്. അതായത് ഒരുതരം പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ വളർത്തിക്കൊണ്ട് രാഷ്ട്രീയം നടത്തിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഒരു തരത്തില് അപജയം. അത് ഇപ്പൊ സുധാകരൻ ഉപയോഗിച്ചുള്ള വേർഡാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ. നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഒരു അവസ്ഥ, നമ്മുടെ കേരളത്തില് ഏക വിദ്യാർത്ഥി ക്യാമ്പസുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തു?
അപ്പൊ നമ്മളിപ്പോ ജനാധിപത്യത്തിന്റെ ഒരു മേന്മ എന്ന് പറയുന്നത് വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ, വ്യത്യസ്തമായ ചർച്ചകൾ, സംവാദങ്ങൾ, അപ്പം ഡെലിബറേഷൻസ്, ഇതൊക്കെയാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉദാഹരണം ഏകപക്ഷീയമായ ഉദാഹരണം ഉദാഹരണം ഞാനും സാറും ഒക്കെ പങ്കാളിത്തം വഹിച്ച കൊല്ലം എസ് എൻ കോളേജാണ്. അത് അല്ല, ഞാൻ ഏതാണ്ട് 23 വർഷം എസ് എൻ കോളേജിൽ വർക്ക് ചെയ്തു. ഒരൊറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ചേർത്തല വർക്ക് ചെയ്യുമ്പോഴേ അവിടെ കമ്മ്യൂണിസ്റ്റ് CPIയുടെ AISF ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇടത് CPMന്റെ അതായത് SFIയുടെ മുഖ്യ ശത്രു AISF ആയിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നിപ്പം കേരളത്തിലെ ക്യാമ്പസുകളിൽ അത്തരത്തിലുള്ള സംഘടനകളൊന്നുമില്ല. വളരെ ഒരു ഒറ്റ പാർട്ടി ക്യാമ്പസുകൾ, വിശേഷം പൊതുവിദ്യാലയങ്ങൾ, കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ കുട്ടികളെ അയക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലും NSS ദേവസ്വം ബോർഡ് കോളേജിലാണ്. ആ ക്യാമ്പസുകളുടെ രാഷ്ട്രീയം, ക്യാമ്പസ് രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയത് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ SFI ആണ്. SFIയുടെ ക്രിമിനൽ, നമുക്കറിയാം കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള സിദ്ധാർത്ഥന്റെ കൊലപാതകം വരെ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുപാട്, നമ്മളത് പ്രത്യേകം ചർച്ച ചെയ്യണം, ഒരുപാട് വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ തന്നെ 37% വിദ്യാർത്ഥികൾ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ തരത്തിൽ കേരളത്തിലെ കലാലയങ്ങളെ തന്നെ ഈ തരത്തിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് അടിസ്ഥാനപരമായി അതിന്റെ നഷ്ടം വന്നത് കേരളത്തിലെ അവശ്യ പിന്നോക്ക വിഭാഗങ്ങൾക്കാണ്. കാരണം കേരളത്തിലെ മിഡിൽ ക്ലാസിന്റെ ആയിട്ടുള്ള സമൂഹം കേരളത്തിന് പുറത്തേക്ക് ഒഴുകിയപ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇതിൽ മാത്രം പ്രതീക്ഷ, അവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ തകർത്തതും ഈ പ്രശ്നം. മറ്റൊന്ന്, പറഞ്ഞോളൂ സാർ, പറഞ്ഞോ. അല്ല, ഞാനൊരു പഠനം, കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കലാലയങ്ങൾ, കോളേജുകൾ ആരംഭിച്ച 57 മുതൽ കേരളത്തിലുള്ള ഓരോ സർക്കാരുകളും ഏതാണ്ട് ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളും തുടങ്ങുന്നത് കോൺഗ്രസിന്റെ ഭരണകൂടത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്കും പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി യാതൊരു ശ്രമവും നടത്തിയില്ല. കണ്ണൂരിലൊരു മെഡിക്കൽ കോളേജ് പോലും സഹകരണ മേഖലയിലാണ് തുടങ്ങുന്നത്. MV രാഘവൻ, അതിന് കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ഉണ്ടാകുന്നു. അപ്പൊ ഇപ്പോ കണ്ണൂരിലെ ജനങ്ങൾ മുഴുവനും ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ആൾക്കാർ അവരുടെ നല്ല ചികിത്സയ്ക്ക് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മംഗലാപുരം. എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിമാരെല്ലാം ഉത്തര മലബാറിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഭരിച്ചത് മുഖ്യമന്ത്രി നയനാറാണ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലോ ഉത്തര മലബാറിന്റെ അല്ലെങ്കിൽ മലബാറിന്റെ വികസനം ഒന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് തങ്ങളുടെ പ്രദേശങ്ങളിലെ വികസനത്തിന് ഊന്നൽ കൊടുത്തില്ല. അപ്പം ഗൾഫ് എന്നുള്ള ഒരു അവസരം മാത്രമാണ് കേരളത്തിലെ യുവാക്കളുടെ മുന്നിൽ ആദ്യം ഉണ്ടായത്. പക്ഷെ ഇന്നിപ്പോ രാജ്യത്തുണ്ടായ വികസനത്തിന്റെ ഭാഗമായിട്ട് ലിബറലൈസേഷന് ശേഷം വന്നിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് എൻജോയ് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊന്നും ഇതിന് കാലത്തിനനുസരിച്ച് മാറാനോ, എല്ലാ കാലഘട്ടത്തിലും ഈ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ അവരുടെ വോട്ട് ബാങ്ക് ആയിട്ട് അനുസരണയുള്ള അല്ലെങ്കിൽ ചാവേറുകളായി പാർട്ടിയെ സംരക്ഷിക്കുന്നവരായി ഒരു ഡിഫൻസീവ് ഫോഴ്സായി നിൽക്കുമെന്നുള്ള ധാരണ ഇനി മുന്നോട്ട് പോകില്ല. അതിന് പ്രധാനമായ വില്ലൻ എന്ന് പറയുന്നത് മീഡിയ സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയ റോൾ വഹിക്കുന്നുണ്ട്. ഓരോരുത്തരും ചിന്തിക്കാൻ, അത് പഴയ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും സാംസ്കാരിക നായകന്മാരും, ഇന്ന് നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ വന്നതോടെ കേരളത്തിൽ ഇല്ലാതായ ഒരു വർഗമാണ് ഈ സാംസ്കാരിക നായകന്മാർ. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നയിച്ചിരുന്ന സാംസ്കാരിക നായകന്മാരാണ്. ഇന്നിപ്പോ എല്ലാവരും സാംസ്കാരിക നായകന്മാരാണ്. എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷെ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു നെഗറ്റീവ് എഫക്ട്. സർ, സമയപരിധി കൊണ്ട് ഞാൻ അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. സർ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ CPMന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും? എന്റെ ഒരു കാഴ്ചപ്പാടില് ഇടതുപക്ഷ മുന്നണി എന്നുള്ള തലത്തിലുള്ള സംവിധാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി. ഒരുപക്ഷെ നാളെ ഒരു കാലത്ത് ഒരു UPA സംവിധാനം വരികയാണെങ്കിൽ ചിലപ്പോൾ അതിലെ മേജർ കക്ഷി എന്നുള്ള തലത്തിൽ പാർട്ടികൾ അങ്ങോട്ട് ചെല്ലും. പക്ഷെ കേരളത്തിലെ നമ്മൾ ഇന്ന് കാണുന്ന രണ്ട് ഇടത് വലത് മുന്നണി രാഷ്ട്രീയത്തിലൂടെ ഇനി ഇടതുപക്ഷ മുന്നണിക്ക് മുന്നേറാൻ പരിമിതികളുണ്ടാവും. കാരണം ബിജെപിയെ അവഗണിക്കാതെ RSSനെ കാണാതെ കേരള രാഷ്ട്രീയം ഇനി മുന്നോട്ട് പോകില്ല.
തീർച്ചയായിട്ടും. കാരണം കേരളത്തിലെ RSSന്റെയും BJPയുടെയും പ്രവർത്തനങ്ങളെ പഠിക്കാനും ചർച്ച ചെയ്യാനും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും പരാജയപ്പെട്ടതും ഇതിന്റെ കാരണമാണ്. അവര് ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. ഇത് കേരളമാണ് എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളത്തിൽ മുന്നേറ്റം. മറ്റൊന്ന്, നമ്മളിവിടെ പറയുമ്പോൾ ഒരു പ്രധാന കാര്യം കൂടെ പെട്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, അഴിമതി. അപ്പൊ അഴിമതിയിൽ ജനകീയമായ അഴിമതി, ഒരു പരിധി വരെ ഡീസെൻട്രലൈസ്ഡ് അഴിമതിയാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. മറ്റു സ്റ്റേറ്റ് പോലെ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഉള്ളതുപോലെ രാഷ്ട്രീയ യജമാനന്മാർ മാത്രം. ഇവിടെ താഴെത്തട്ടിലെ സഹകരണ സംഘങ്ങൾ മുതൽ നമ്മുടെ സഹകരണ സംഘത്തെ തന്നെ ഒരു പരിധിവരെ സഹകരണ സംഘത്തിൽ വിശ്വസിക്കുന്ന ഒരു ചോദ്യം, ഒരു ചെറിയ ചോദ്യം, ചെറിയൊരു ഉത്തരം. ഈഴവരായിട്ടുള്ള അല്ലെങ്കിൽ തീയരായിട്ടുള്ള 100 പേര്, ആ 100 പേരിൽ എത്ര പേർ ഈ CPM-നോട് അകലം പാലിച്ചു തുടങ്ങി? സാർ ഈ സമുദായത്തെ നന്നായി പഠിച്ച ആളാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന്റെ ഏതാണ്ട് BJPക്ക് ലഭിച്ച വോട്ടുകളിൽ ഏതാണ്ട് പകുതിയോളം വോട്ടുകൾ, കാരണം ഈ BJPക്ക് ലഭിക്കുന്ന ഹിന്ദുക്കൾ ബേസിക്കലി ഹിന്ദുക്കളുടെ വോട്ടാണ്. അത് തൃശ്ശൂർ ഒഴിച്ച് മറ്റു മണ്ഡലങ്ങളിലൊന്നും മറ്റ് ന്യൂനപക്ഷ വോട്ട് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പൊ നോക്കുമ്പോഴത്തേക്കും BJPക്ക് ലഭിച്ചതിൽ 50%-ലധികം വോട്ട്, 50 ചില മണ്ഡലങ്ങളിൽ അതിലധികം വോട്ടുകൾ. ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ നമുക്ക് അറിയാം, പിന്നോക്ക വിഭാഗങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ BJPക്ക് ലഭിച്ച വോട്ടുകൾ കൂടുതലും ഈഴവ സമുദായത്താണ്. കോട്ടയം മണ്ഡലത്തിൽ മാത്രം 20% വോട്ടാണ് തുഷാർ വെള്ളാപ്പള്ളി ഏറ്റുമാനൂരും കോട്ടയം മണ്ഡലത്തിലും. അപ്പൊ അതായത് ഏതാണ്ട് ഈഴവ സമുദായത്തിന് ഹ്യൂജ് മെജോറിറ്റി വോട്ടായിരിക്കണം അവിടെ ലഭിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.